ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിലെ 8ാമത്തെ സെഷനാണ് കേട്ടോ. അതിനകത്ത് നമ്മൾ പഠിക്കുന്ന ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. മെൻഡല് അദ്ദേഹത്തിന്റെ വർക്ക് പബ്ലിഷ് ചെയ്ത്, അതായത് ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടേഴ്സ്, എങ്ങനെയാണ് പേരൻസിൽ നിന്ന് ഓസ്പ്രിംഗിലേക്ക് ക്യാരക്ടർ പാസ് ചെയ്യുന്നത് എന്ന് സ്റ്റഡി ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ 1856 മുതൽ 1863 വരെ കണ്ടക്ട് ചെയ്ത ആ ഒരു വർക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്തത് 1865 പക്ഷെ അത് അദ്ദേഹത്തിന്റെ ആ ഒരു വർക്ക്, അതായത് ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ള വർക്ക് പബ്ലിഷ് ചെയ്ത് 1865 1863 അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ക്ലോസ് ചെയ്തു. 65 അത് പബ്ലിഷ് ചെയ്തു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അത് അൺറെക്കഗ്നൈസ്ഡ് ആയിട്ട് 1900 വരെ തുടർന്നു. 35 വർഷത്തോളം അത് ചുമ്മാ പെട്ടിയിലിരുന്ന് മാത്രമേ ഉള്ളൂ. അത് അൺറെക്കഗ്നൈസ്ഡ് വർക്കായി പോയി. അത് ആരും തിരിച്ചറിയപ്പെട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ദ മേജർ റീസൺ ഫോർ ദാറ്റ് ഇറ്റ് വാസ് ലാംഗ്വേജ് പ്രോബ്ലം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആയിരുന്നു. കാരണം അദ്ദേഹം അത് പബ്ലിഷ് ചെയ്ത ഒരു ലോക്കൽ ജേർണലിലാണ്. അതുകൊണ്ട് തന്നെ വളരെ പരിമിതമായ ആ ഒരു ലാംഗ്വേജ് അറിയുന്ന വളരെ പരിമിതമായ ആളുകളിലേക്ക് മാത്രമാണ് അത് എത്തിയുള്ളൂ എന്നുള്ളതാണ് ഒരു കാരണം. അതേപോലെ വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കമ്മ്യൂണിക്കേഷൻ വാസ് നോട്ട് ഈസി ദാറ്റ് ടൈം. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ വർക്ക് വൈഡ്ലി പബ്ലിസൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല, ഒരുപാട് സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. സെക്കൻഡ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ ജീൻ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഫാക്ടേഴ്സ്, അദ്ദേഹം പറഞ്ഞ ഫാക്ടർ എന്നാട്ടോ, അതായത് കോൺസെപ്റ്റ് ഓഫ് ഫാക്ടർ ആണ്. ജീൻ എന്ന് നമ്മൾ പിന്നീട് കണ്ടുപിടിച്ചാണ്. ഹിസ് കോൺസെപ്റ്റ് ഓഫ് ജീൻ അല്ലെങ്കിൽ ഫാക്ടേഴ്സ്, ഹിസ് കോൺസെപ്റ്റ് ഓഫ് ഫാക്ടർ, മെന്റലിന്റെ വേർഡ്സിൽ ഫാക്ടർ അത് വളരെ സ്റ്റേബിൾ ആണെന്നും അത് ഡിസ്ക്രീറ്റ് യൂണിറ്റ് ആണെന്നും അത് ക്യാരക്ടറിന്റെ എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യുന്ന ഡിസ്ക്രീറ്റ് സ്റ്റേബിൾ യൂണിറ്റ് ആണ് പറയുകയും അദ്ദേഹം അതൊരു പെയർ ആയിട്ടാണ് കാണുന്നേ എന്ന് പറയുകയും അത് ബ്ലെൻഡ് ചെയ്യാതെ അതേപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. എന്നാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അദ്ദേഹത്തിന്റെ കോണ്ടംപററീസിന്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കണ്ടിന്യൂസ് വേരിയേഷൻ നമുക്ക് നേച്ചറിൽ കാണാൻ കഴിയും അല്ലേ. അച്ഛൻ്റെ അതേ ക്യാരക്ടർ, അമ്മയുടെ അതേ ക്യാരക്ടർ, പിന്നെ ഇവിടെ വേരിയേഷൻ വരുന്നത് എങ്ങനെയാ? വേരിയേഷൻ വരുന്നില്ല. കാരണം എന്താണ്? അച്ഛൻ്റെ അതേ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ക്യാരക്ടർ മാത്രമാണ് അത് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുക. അതുപോലെ അമ്മയുടെ അടുത്ത് നിന്ന് ആ പർട്ടിക്കുലർ ക്യാരക്ടർ അതിൽ നിന്ന് ഒരു ചേഞ്ചും ഇല്ലാത്ത രീതിയിലാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വേരിയേഷൻ എന്നൊരു സംഗതി ഉണ്ടാവുന്നില്ല. പക്ഷെ നമുക്കറിയാലോ വേരിയേഷൻ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ആ വേരിയേഷൻ കൊണ്ടല്ലേ ഇന്ന് എവല്യൂഷൻ നടക്കുന്നത്. വേരിയേഷൻ എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ കോമൺലി കാണുന്ന ഒരു ഫിനോമിനോൺ തന്നെയാണ് അല്ലേ. അപ്പം അതായിരുന്നു സെക്കൻഡ് വൺ. അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് അദ്ദേഹത്തിന്റെ ഫാക്ടർ എന്താ പറയാ, ഒരു പെയറായിട്ട് കാണുന്ന ഫാക്ടർ അതൊരിക്കലും ബ്ലെൻഡ് ചെയ്യുന്നില്ല. അത് അതേപടി ഡിസ്ക്രീറ്റ് സ്റ്റേബിൾ യൂണിറ്റ് ആയിട്ട് പാരന്റിൽ നിന്ന് ഓസ്പ്രിംഗിലേക്ക് പാസ് ചെയ്യാണ് ചെയ്യുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് വെച്ച് അവിടെ വേരിയേഷൻ എന്നൊരു സംഗതി ഇല്ല. പക്ഷേ ഇന്ന് നമ്മൾ വേരിയേഷൻ ഒരുപാട് കാണുന്നതുകൊണ്ട് ദാറ്റ് വാസ് റിജക്റ്റഡ്. നെക്സ്റ്റ് വൺ, തേർഡ് തിങ്, അത് റിജക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അത് അൺറെക്കഗ്നൈസ്ഡ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മാത്തമാറ്റിക്സ്, അതിനകത്ത് ഈ അപ്രോച്ച് ഓഫ് യൂസിങ് മാത്തമാറ്റിക്സ്, ബയോളജിക്കൽ ഫിനോമിന അല്ലെങ്കിൽ ബയോളജിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ മാത്തമാറ്റിക്സ് യൂസ് ചെയ്തത് പല ബയോളജിസ്റ്റിനും ന്യൂ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വളരെ ന്യൂ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കുറച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ ബുക്ക് പബ്ലിഷ് ചെയ്ത സമയത്ത്. ഇനി ഫൈനലി ഏറ്റവും അവസാനം അത് അൺറെക്കഗ്നൈസബിൾ ആയിട്ട് തുടരാനുള്ള വേറൊരു കാരണമാണ് ഈ ഫാക്ടർ അല്ലെങ്കിൽ ജീൻ എന്ന് പറയുന്ന ഡിസ്ക്രീറ്റ് യൂണിറ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ അത് എന്താണെന്നോ അത് എന്താണെന്നുള്ളൊരു ഫിസിക്കൽ പ്രൂഫോ അതിൻ്റെ എക്സിസ്റ്റൻസ്, ഫാക്ടേഴ്സ് എന്ത് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നോ അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നോ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല. അപ്പം ഇദ്ദേഹത്തിന്റെ വർക്ക് റെക്കഗ്നൈസബിൾ ആയിട്ട് തുടരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആയിരുന്നു. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞ ജീൻ അല്ലെങ്കിൽ ഫാക്ടർ എന്ന് പറയുന്ന സ്റ്റേബിൾ ഡിസ്ക്രീറ്റ് യൂണിറ്റ് ആണ്. അതൊരിക്കലും ബ്ലെൻഡ് ചെയ്യുന്നില്ല, അതിനകത്ത് വേരിയേഷൻസ് ഒന്നും കാണിക്കുന്നില്ല. പേരൻസിന്റെ അതേ ക്യാരക്ടറാണ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ വേരിയേഷൻ നേച്ചറിൽ ഉണ്ട് എന്നും എവല്യൂഷന് കാരണം വേരിയേഷൻ ആണ് എന്നും നമ്മൾ പറഞ്ഞു. അതേപോലെ മെന്റലിന്റെ അപ്രോച്ച്, മാത്തമാറ്റിക്സ് യൂസ് ചെയ്തുകൊണ്ട് ബയോളജിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിച്ചത്, അത് അദ്ദേഹത്തിന്റെ ഒരു നെഗറ്റീവ് പോയിന്റ് ആയിപ്പോയി. പക്ഷേ
അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഡാറ്റയ്ക്ക് ഒരു ഗ്രേറ്റർ ക്രെഡിബിലിറ്റി തന്നെ കൊടുത്തത് ഈ പറയുന്ന മാത്തമാറ്റിക്കൽ ലോജിക്കൊക്കെ അവിടെ അപ്ലൈ ചെയ്തതുകൊണ്ടാണ്. പക്ഷെ എല്ലാ ബയോളജിസ്റ്റിനും അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അത് വേറൊരു കാരണമായിരുന്നു. അതേപോലെ തന്നെ ഇനി ഈ അദ്ദേഹം പറഞ്ഞ ഫാക്ടർ ഒരു ഡിസ്ക്രീറ്റ് യൂണിറ്റ് ആണെന്നും സ്റ്റേബിൾ ഫാക്ടർ ആണെന്നും അത് ഒരു ചേഞ്ചും ഇല്ലാതെ പാരന്റിൽ നിന്ന് ഓസ്പ്രിംഗിലേക്ക് പാസ് ചെയ്യുമ്പോഴാണ് ക്യാരക്ടർ പാരന്റിൽ നിന്ന് ഓസ്പ്രിംഗിലേക്ക് പാസ് ചെയ്യുന്നതെന്ന് ഒക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷെ അതിന് ഉള്ളൊരു ഫിസിക്കൽ പ്രൂഫ്, അങ്ങനെ ഒരു ഫാക്ടർ എക്സിസ്റ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിനെ കുറിച്ചൊന്നും ആധികാരികമായിട്ട് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളത് അടുത്ത ഡ്രോബാക്ക് ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. Chromosomal theory of inheritance. Mendel published his work on inheritance of characters in 1865, but for several reasons it remained unrecognized till 1900. Firstly, communication was not easy as it is now in those days, and his work could not be widely publicized. Secondly, his concept of gene or factors, in Mendel's words, are stable and discrete units that control the expression of traits and of the pair of alleles which did not blend with each other, was not accepted by his contemporaries as an explanation for the apparently continuous variations seen in nature. Thirdly, Mendel's approach of using mathematics to explain biological phenomena was totally new and unacceptable to many of the biologists of his time. Finally, though Mendel's work suggested that factors or genes were discrete units, he could not provide any physical proof for the existence of factors or say what they were made of. ഇനി 1900 ഡെവ്രിസ്, കോറൻസ് ആൻഡ് വോൺ ഷെർമാക് ഈ 3 സയന്റിസ്റ്റ് 1900 അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡെവ്രിസിന്റെ വർക്ക് സെപ്പറേറ്റ്, കോറൻസിന്റെ വർക്ക് സെപ്പറേറ്റ്, വോൺ ഷെർമാക്കിന്റെ റിസർച്ച് അല്ലെങ്കിൽ വർക്ക് സെപ്പറേറ്റ് ആയിട്ട് റീഡിസ്കവർ ചെയ്തു. മെൻഡലിന്റെ അതേ റിസൾട്ട്, മെൻഡലിൽ കണ്ടക്ട് ചെയ്ത ആ എക്സ്പെരിമെന്റിന്റെ അതേ റിസൾട്ട് അവരും റീഡിസ്കവർ ചെയ്തു. അതായത് ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എങ്ങനെയാ നടക്കുന്നത് എന്നുള്ളത് അവർ റീഡിസ്കവർ ചെയ്തു. പക്ഷെ ആ ഒരു സമയമായപ്പോഴത്തേക്കും 1856 മെന്റൽ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ 1900 അതാ ഇവർ ചെയ്തത്. ആ ഒരു സമയമായപ്പോഴത്തേക്കും മൈക്രോസ്കോപ്പി ഒക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സെൽ ഡിവിഷൻ ഒക്കെ ഈ സയന്റിസ്റ്റിന് നല്ല ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞു മൈക്രോസ്കോപ്പിന്റെ കീഴിൽ, മൈക്രോസ്കോപ്പിന്റെ ഇടയിൽ. അതുകൊണ്ട് തന്നെ മറ്റേ സയന്റിസ്റ്റ് ഗ്രിഗർ മെന്റലിന് ഈ പറയുന്ന മൈക്രോസ്കോപ്പിന്റെ അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് സെൽ ഡിവിഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ എന്താ പറയാ എക്സ്പെരിമെന്റ് അതിന്റെ റിസൾട്ടിന്റെ വെളിച്ചത്തിൽ മാത്രം കൊണ്ടുവന്ന ലോസ് ആണ്. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം അങ്ങനെയായിരുന്നു. അതിനകത്തൊരു ക്ലിയർ ഐഡിയ അല്ലെങ്കിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് കാണാൻ കഴിയാത്തതും പറയാൻ കഴിയാത്തതും മൈക്രോസ്കോപ്പ് അന്നത്തെ കാലത്ത് കണ്ടുപിടിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ 1900 ഈ പറയുന്ന 3 സയന്റിസ്റ്റ്, അതായത് ഡെവ്രിസ്, കോറൻസ് ആൻഡ് ഷെർമാക്, ഈ 3 സയന്റിസ്റ്റും കൂടി സെൽ ഡിവിഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നും നോക്കിയപ്പോൾ ഈ അവർ കണ്ടുപിടിച്ചൊരു കാര്യമാണ്, ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആ സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ന്യൂക്ലിയസ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതായിട്ട് അവർ മനസ്സിലാക്കി. ആ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ സാധനത്തിന് അവർ ക്രോമസോം എന്ന് വിളിച്ചു. ക്രോമസോം എന്ന് പറഞ്ഞാൽ കളേർഡ് ബോഡി എന്നാണ് അർത്ഥം. ക്രോമ ഗ്രീക്ക് വേർഡാണ് ക്രോമസോം എന്ന് പറയുന്നത്. ഗ്രീക്കിൽ ക്രോമ എന്ന് പറയുന്ന കളറാണ്, സോമ എന്ന് പറയുന്ന ബോഡിയാണ് കേട്ടോ. അതാണ് കളേർഡ് ബോഡി എന്ന് പറയാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, കളേർഡ് ബോഡി എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റെയിനിങ് ചെയ്തപ്പോൾ നല്ല ഇൻറ്റൻസ്ലി സ്റ്റെയിൻഡ് ആയിട്ട് കിട്ടി ക്രോമസോം. അതുകൊണ്ടാണ് അതിനെ ക്രോമസോം എന്ന് വിളിക്കാനുള്ള കാരണം. 1902 ക്രോമസോം മൂവ്മെന്റ് മിയോസിസിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് കാണാൻ കഴിഞ്ഞു. അതോടുകൂടി സട്ടൺ ആൻഡ് ബോവറി, അതായത് വാൾട്ടർ സട്ടൺ ആൻഡ് തിയോഡർ ബോവറി, അവര് നോട്ട് ചെയ്ത ഒരു കാര്യമാണ്, ഈ ക്രോമസോമിന്റെ ബിഹേവിയറും അതുപോലെ തന്നെ ജീനിന്റെ ബിഹേവിയറും പാരലൽ ആണെന്ന് മനസ്സിലാക്കി. അതായത് ആ ക്രോമസോം മൂവ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെയാണ് എന്ത് മൂവ് ചെയ്യുന്നത്, ജീനും മൂവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അവര് ക്രോമസോം മൂവ്മെന്റ് മെന്റലിന്റെ ലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു. മെന്റലിന്റെ ലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോമസോം മൂവ്മെന്റ് യൂസ് ചെയ്തു. ഇനി നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോമസോമിന്റെ ബിഹേവിയർ ഡ്യൂറിങ് മൈറ്റോസിസ്, ഇക്വേഷണൽ ഡിവിഷനിൽ, അതുപോലെ തന്നെ മിയോസിസ് ഡിവിഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷനിൽ നമ്മൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് തരത്തിലുള്ള മൂവ്മെന്റ് ഒക്കെയാണ് ഈ പറയുന്ന
ക്രോമസോംസ് റിഡക്ഷൻ ഡിവിഷനിലും ഇക്വേഷൻ ഡിവിഷനിലും കാണിക്കുന്നത് നമുക്ക് മനസ്സിലാവും കേട്ടോ. നമ്മൾ അവിടെ ഓർത്തിരിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ക്രോമസോംസും ജീൻസും പെയറായിട്ടാണ് കാണുന്നത്. ഈ ജീൻ മെന്റലിന്റെ ഫാക്ടറാണല്ലോ ജീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്രോമസോമും ജീനും പെയറായിട്ട് കാണുന്നത്, അതായത് പെയർ ഓഫ് ജീൻ അല്ലെങ്കിൽ രണ്ട് അലീൽസ് ഓഫ് എ ജീൻ എന്ന് പറയുന്നത് ഹോമോലോഗസ് ക്രോമസോമിന്റെ സെയിം ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഹോമോലോഗസ് ക്രോമസോമിന്റെ ഹോമോലോഗസ് സൈറ്റ് അല്ലെങ്കിൽ ഹോമോലോഗസ് ലൊക്കേഷനിലാണ് ഈ രണ്ട് ഓൾട്ടർനേറ്റ് ഫോം ഓഫ് ദ ജീൻ അല്ലെങ്കിൽ രണ്ട് അലീൽസ് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ അത്രയൊന്ന് വായിച്ചു നോക്കാം നമുക്ക്. ഇൻ 1900 three scientists, that is De Vries, Correns and von Schirmack, independently rediscovered Mendel's result on the inheritance of characters. Also by this time, due to advancement in microscopy that were taking place, scientists were able to carefully observe cell division. This led to the discovery of structures in the nucleus that appeared to be double and divide just before each cell division. These were called chromosomes, colored bodies as they were visualized by staining. By 1902, the chromosome movement during meiosis had been worked out. Walter Sutton and Theodore Boveri noted that the behavior of chromosome was parallel to behavior of gene or factor and used the chromosome movement for that to explain Mendel's law. Mendel's law explain ചെയ്യാൻ വേണ്ടിയിട്ട് chromosome movement അവർ യൂസ് ചെയ്തു. Instead of that, the alternate form of the factors are getting separated എന്നൊക്കെ പറയുന്നതിന് നല്ലത് chromosomes are getting separated during gamete formation എന്ന് അവർ പറയാൻ തുടങ്ങി. Recall that you have studied the behavior of chromosome during mitosis and during meiosis. The important thing to remember are that chromosome as well as genes occur in pairs. ക്രോമസോംസും ജീൻസും പെയർ ആയിട്ടാണ് കാണുന്നത്. The two alleles of a gene pair are located on homologous site on homologous chromosome. ഈ രണ്ട് അലീലും ഒരു ജീനിന്റെ രണ്ട് അലീലും കാണുന്നത് ഹോമോലോഗസ് ക്രോമസോമിന്റെ ഹോമോലോഗസ് സൈറ്റിലായിട്ടാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട് 4 ക്രോമസോംസ് അല്ലെങ്കിൽ 2 പെയർ ക്രോമസോംസ് എങ്ങനെയാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. ജേം സെൽസ് ഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗ്യാമീറ്റ്സ് ഫോം ചെയ്യുമ്പോൾ അവരെങ്ങനെയാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. G1 ഫേസിൽ ക്രോമസോം ഇതൊരു സെറ്റ് ക്രോമസോമാണ് അല്ലെങ്കിൽ ഒരു പെയർ ക്രോമസോമാണ്, ഇത് വേറൊരു പെയർ ക്രോമസോമാണ്. അപ്പൊ നമ്മൾ ക്രോമസോം നമ്പർ 1 and 2 എന്ന് റെപ്രസെന്റ് ചെയ്യാന്നിരിക്കട്ടെ. ഈ ക്രോമസോം നമ്പർ 1 G1 ഫേസിൽ കണ്ടോ അതാ ഇങ്ങനെ ഇരിക്കുന്നത്. അത് സിന്തറ്റിക് ഫേസ് കഴിഞ്ഞ് G2 ഫേസിൽ എൻ്റർ ചെയ്യുമ്പോൾ എങ്ങനെയായി, അത് സിസ്റ്റർ ക്രോമാറ്റിഡോട് കൂടി ഇതാ ഈ ഒരു സ്ട്രക്ചറിലായിട്ട് മാറി. കാരണം എന്താണ്, G1 ഫേസ് കഴിഞ്ഞ് സിന്തറ്റിക് ഫേസിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ റിപ്ലിക്കേറ്റ് ചെയ്ത് അതിന്റെ ഇരട്ടി ക്രോമാറ്റിൻ ത്രെഡ് ഉണ്ടാക്കി. അപ്പൊ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഫോം ചെയ്തു, ഇതിനും സിസ്റ്റർ ക്രോമാറ്റിഡ് ഫോം ചെയ്തു. ഇനി മിയോസിസ് 1ന്റെ അനാഫേസ് സ്റ്റേജിൽ മെറ്റാഫേസ് സ്റ്റേജിൽ വന്നിട്ട് ഇതാ ഈ പറയുന്ന ക്രോമസോം നമ്പർ 1 ക്രോമസോം നമ്പർ 1ന്റെ അതിന്റെ സെയിം പെയറിന്റെ നേരെ വന്ന് അറേഞ്ച് ചെയ്തു. ക്രോമസോം നമ്പർ 2ഉം അങ്ങനെ തന്നെ അറേഞ്ച് ചെയ്തു. ഇനി അനാഫേസ് സ്റ്റേജിൽ വന്നിട്ട് ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് ക്രോമസോം നമ്പർ 1ന്റെ ഒരു പെയർ മേലേക്കും കൊണ്ടുപോകും, അതുപോലെ തന്നെ ഒരു പെയർ താഴത്തേക്കും കൊണ്ടുപോകും കേട്ടോ. സോ ഹിയർ വി ക്യാൻ സി മിയോസിസ് 1 where anaphase when it occurs. See here chromosome number 1 and 2 it will be segregated like this. അതായത് യെല്ലോ കളർ റെഡിന്റെ കൂടെയും അതേപോലെ ഓറഞ്ച് കളർ ഗ്രീനിന്റെ കൂടെയും സെപ്പറേറ്റ് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നോക്കിക്കേ, ഇവിടുന്ന് ദാ 2 സെല്ലായിട്ട് മാറി. ഇതെന്തായി, 2 സെല്ലായിട്ട് മാറി. ഈ 2 സെല്ലായിട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്താ നടക്കുക, ഈ 2 സെല്ലിന്റെ ഉള്ളിൽ മിയോസിസ് 2 നടക്കും. മിയോസിസ് 2ല് ഈ പറഞ്ഞ പോലെ തന്നെ അനാഫേസ് സ്റ്റേജിൽ സ്പിൻഡിൽ ഫൈബേഴ്സ് ഈ സിസ്റ്റർ ക്രോമാറ്റിഡിനെ സെപ്പറേറ്റ് ആക്കി കൊണ്ടുപോകും. ഈ സിസ്റ്റർ ക്രോമാറ്റിഡിനെ സെപ്പറേറ്റ് ആക്കി കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ ഈ ഒരു സെല്ലിന്റെ ഈ മഞ്ഞയും ഈ ചുമപ്പും കൂടി ഈ കോർണറിലേക്കും പോകും, ഈ മഞ്ഞയും ഈ ചുമപ്പും കൂടി ഇപ്പുറത്തെ കോർണറിലേക്കും വരും. അതേപോലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെല്ല് എന്തായിട്ട് മാറി, 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ 2 സെല്ലായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇതേപോലെ 2 സെൽസ് ആണ് കേട്ടോ. ഈ മഞ്ഞ ക്രോമസോമും റെഡ് ക്രോമസോമും കോമ്പിനേഷൻ, അതേപോലെ തന്നെ ഓറഞ്ച് ക്രോമസോമും ഗ്രീൻ ക്രോമസോമും കോമ്പിനേഷൻ. ഇനി നോക്കിക്കേ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇറ്റ് ക്യാൻ അണ്ടർഗോ ഇൻഡിപെൻഡന്റ് സെപ്പറേഷൻ എന്ന് പറഞ്ഞില്ല. ആ ഇൻഡിപെൻഡന്റ് സെപ്പറേഷൻ നടക്കുന്നതിന് കാരണം അതായത് ഓക്കെ, ഈ റെഡിന് പകരം ഈ ഗ്രീൻ ആയിരുന്നു കയറിയിരുന്നത്, റെഡ് താഴെ ആയിരുന്നെങ്കിലോ ആ യെല്ലോ കളറിന്റെ കൂടെ ഗ്രീൻ സെപ്പറേറ്റ് ആയതിനെ, അതേപോലെ തന്നെ ഓറഞ്ച് കളറിന്റെ കൂടെ റെഡും സെപ്പറേറ്റ് ആകുമായിരുന്നു.
ആവുന്നു, അങ്ങനെ ഒരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ജീൻസ്, ഇതിൻ്റെ അകത്തിരിക്കുന്ന രണ്ട് ജീൻസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരെ വളരെ ഇതായിട്ട് അത് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് 4 ഹാപ്ലോയിഡ് സെൽസ് ആയിട്ട് കിട്ടും. 4 ഹാപ്ലോയിഡ് സെൽസ് ആയിട്ട് കിട്ടുമ്പോൾ ഫാക്ടേഴ്സ് സെഗ്രിഗേറ്റ് ചെയ്യുന്ന ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ മെൻഡൽ പറയുന്ന അനുസരിച്ച് ആ ഫാക്ടേഴ്സ് ഒരിക്കലും ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നില്ല. അതാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന് പറയാനുള്ള കാരണം കേട്ടോ. അപ്പോൾ ഈ ഡയഗ്രാം മനസ്സിലായല്ലോ. ഇതിനകത്ത് നിങ്ങൾക്ക് ഇനി ഓർമ്മയില്ലെങ്കിലോ എന്ന് കരുതിയ മിയോസിസിൻ്റെ സ്റ്റാർട്ടിംഗ് ഒന്ന് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ എ കമ്പാരിസൺ ബിറ്റ്വീൻ ദ ബിഹേവിയർ ഓഫ് ക്രോമസോം ആൻഡ് ജീൻസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു പോർഷനും കൂടെ കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. സി ഹിയർ, മിയോസിസ് 1ന്റെ അനാഫേസിൽ 2 ക്രോമസോംസ് പെയറായിട്ട് അലൈൻ ചെയ്തേക്കുന്ന, മെറ്റാഫേസ് പ്ലേറ്റിൽ അലൈൻ ചെയ്തേക്കുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ട് സെപ്പറേറ്റ് ആയി മാറുന്നുണ്ട് അല്ലെ. അതായത് നോക്കിയാൽ മിയോസിസ് 1ന്റെ അനാഫേസ് സ്റ്റേജിൽ ഇത് ഇങ്ങനെ ഇങ്ങോട്ടേക്കും പോവും, ഇത് ഇങ്ങനെ ഇങ്ങോട്ടേക്കും പോകുന്നുണ്ട് കേട്ടോ. അതേപോലെ ടു അണ്ടർസ്റ്റാൻഡ് ദിസ്, കമ്പയർ ദ ക്രോമസോം ഓഫ് 4 ഡിഫറെന്റ് കളേഴ്സ് ഇൻ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോളം. കണ്ടോ, ഇവിടെ 2 പോസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ആ 2 പോസിബിലിറ്റി കൊടുത്തേക്കുന്ന കണ്ടാൽ മനസ്സിലാവും അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ആവുന്നത് എങ്ങനെയാണ്. ലെഫ്റ്റ് കോളത്തിലെ പോസിബിലിറ്റി 1 ആണ്. ഓറഞ്ച് കളറിന്റെ നേരെ ഗ്രീൻ കളറും യെല്ലോ കളറിന്റെ നേരെ റെഡ് കളറുമാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് സെഗ്രിഗേറ്റ് ആവുന്ന സമയത്ത് ഈ ഓറഞ്ച് കളറും ഗ്രീൻ കളറും കോമ്പിനേഷൻ എവിടെ വരും? ഒരു സെല്ലിനകത്ത് വരും. യെല്ലോയും റെഡും ഒരു സെല്ലിനകത്ത് വരും. അപ്പൊ ഇതിൽ നിന്നുണ്ടാകുന്ന എല്ലാ സെല്ലിനകത്തും ഓറഞ്ചും ഗ്രീനും യെല്ലോയും റെഡും ആയിരിക്കും. പോസിബിലിറ്റി 2 നോക്കിക്കേ. സി ഹിയർ, ഈ ഓറഞ്ച് കളറിന്റെ നേരെ കൊടുത്തിട്ടുള്ളത് റെഡ് കളറും അതേപോലെ യെല്ലോ കളറിന്റെ നേരെ കൊടുത്തിട്ടുള്ളത് ഗ്രീൻ കളറുമാണ്. അപ്പോൾ ഓറഞ്ചും റെഡും യെല്ലോയും ഗ്രീനും ഒരുമിച്ച് വരും. അപ്പൊ നോക്കിക്കേ, ഇവിടെ സെപ്പറേഷൻ നടന്നേക്കുന്നുണ്ടോ? അപ്പൊ ഇത് ക്രോമസോം നമ്പർ 1ഉം ഇത് ക്രോമസോം നമ്പർ 2 വന്നിരിക്കട്ടെ. ക്രോമസോം നമ്പർ 1ന്റെ പെയർ ഇതാണ്, അതായത് ഹോമോലോഗസ് ക്രോമസോം. ക്രോമസോം നമ്പർ 2ന്റെ പെയർ ഇതാണ്. അപ്പൊ ഇത് തമ്മിൽ സെപ്പറേറ്റ് ആകുമ്പോൾ ക്രോമസോം നമ്പർ 1ൽ ഒരു ഓർഗാനിസത്തിന്റെ, ഇപ്പൊ ക്രോമസോം നമ്പർ 1ൽ ജീൻ, ആ ക്രോമസോം നമ്പർ 1ലിരിക്കുന്ന ജീനും 2വിലിരിക്കുന്ന ജീനും അത് തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഇത് എങ്ങനെയാണ് ഒരുമിച്ച് വരുന്നത് എന്നനുസരിച്ചാണ്. അപ്പൊ ക്രോമസോം നമ്പർ 1ൽ ഇവിടെ ഇരിക്കുന്ന സീഡ് കളറും ഇവിടെ ഇരിക്കുന്ന സീഡ് ഷേപ്പും ആണെന്നിരിക്കട്ടെ. ഈ ക്രോമസോം നമ്പറിൽ സീഡ് കളർ യെല്ലോയും സീഡ് ഷേപ്പ് റൗണ്ടും ആണ്. അപ്പൊ യെല്ലോയും റൗണ്ടും ഒരുമിച്ച് വന്നു. അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഗ്രീനും ഇവിടെ ഇരിക്കുന്ന റിങ്കിൾഡ് വന്നിരിക്കട്ടെ. ഗ്രീനും റിങ്കിൾഡും കൂടി ഒരുമിച്ചാണ് ഗ്യാമീറ്റിലേക്ക് പോകുന്നത്. അതേസമയം നേരെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴോ ഇവിടെ ഇരിക്കുന്ന യെല്ലോ ഈ റെഡ് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റിങ്കിൾഡായി, യെല്ലോ റിങ്കിൾഡ് ആയിട്ട് മാറി. അതേപോലെ തന്നെ ഈ യെല്ലോ റിങ്കിൾഡ് ആയിട്ട് മാറി. അതേപോലെ തന്നെ ഇവിടെ ഗ്രീൻ റൗണ്ട് ആയിട്ട് മാറും. അപ്പോൾ അതനുസരിച്ചാണ് എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തേക്കുന്നത് എന്നനുസരിച്ച് 2 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 2 ജീൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് 2 ഹോമോലോഗസ് ക്രോമസോംസിൽ ഇരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് മാറുന്നത് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാവും കേട്ടോ. സോ ഹിയർ, ഡ്യൂറിംഗ് അനാഫേസ് ഓഫ് മിയോസിസ് 1 the 2 chromosome pairs can align at the metaphase plate independently of each other. To understand this, compare the chromosomes of 4 different colors in the left and right column. In the left column, possibility 1, orange and green is segregating together, but in the right hand column, possibility 2, that is orange chromosome is segregating with the red chromosome. കേട്ടോ. അപ്പോൾ നോക്കിക്കേ, അവിടെ ആ 2 കോമ്പിനേഷനും പോസിബിൾ ആണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി നോക്കിയേ, ഈ ഓറഞ്ച് ഇത് ക്രോമസോം നമ്പർ 1 ആണെന്നിരിക്കട്ടെ. ഈ ക്രോമസോം നമ്പർ 1ൽ തന്നെ 2 ക്യാരക്ടർ ഇരിക്കുന്നുണ്ട്. ഈ ക്രോമസോം നമ്പർ 1ലും 2 ക്യാരക്ടർ ഉണ്ട്. എക്സാമ്പിൾ, ഇഫ് യു സീ ദ സീഡ് കളർ ആൻഡ് സീഡ് ഷേപ്പ്, ഇത് രണ്ടും ഒരു ക്രോമസോമിൽ തന്നെ ഇരിക്കുന്നതെന്ന് നോക്കിയേ, ഇരിക്കുന്നതെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആവുമ്പോൾ, ഇങ്ങനെ സെപ്പറേറ്റ് ആവുമ്പോൾ ആ 2 ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ജീൻസ് സെപ്പറേറ്റ് ആവുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ, ഇത് രണ്ടും ഒരു ക്രോമസോമിൽ തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്യാരക്ടേഴ്സ് വളരെ ധൈര്യമായിട്ട് നമുക്ക് പറയാം ഇത് സെപ്പറേറ്റ് ആവുന്നു. ദാറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് സീൻ ഇൻ ഇൻഡിപെൻഡന്റ് വേ. അത് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് കാണുന്നത്, ഡിപ്പെൻഡന്റ് ആയിട്ട് ഒരു ക്രോമസോമിലായിട്ടല്ല കാണുന്നത്. 2 ക്രോമസോമിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് 2 സ്ഥലത്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജീൻ മാത്രമാണ് ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ആവുമ്പോൾ സെപ്പറേറ്റ് ആയി പോരുള്ളൂ കേട്ടോ. അതല്ലാതെ ഹോമോലോഗസ് ക്രോമസോംസ് ആണെങ്കിലോ അത്
എന്തായാലും ഇൻഡിപെൻഡൻ്റ്ലി സെപ്പറേറ്റ് ആയി പോവും. അതായത് ക്രോമസോം നമ്പർ 1 ക്രോമസോം നമ്പർ 2 ഇതൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയി പോകാവുന്നതാണ്. പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയി പോവാത്തത് രണ്ട് ജീൻസ് അല്ലെങ്കിൽ രണ്ട് ഫാക്ടേഴ്സ്, ഒരു ക്രോമസോമിൽ ഇരിക്കുന്ന രണ്ട് ഫാക്ടേഴ്സും തമ്മിൽ അടുത്തടുത്താണ് ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അത് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ അത് ഈസി ആയിട്ട് ഇതായി പോവില്ല, സെപ്പറേറ്റ് ആയി പോവില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കോളം എയും ബിയും കൊടുത്തിട്ടുണ്ട്. ഇത് എ ജീനാണോ ബി ജീനാണോ, എ ക്രോമസോമാണോ ബി ക്രോമസോമാണോ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിക്കോ, ഓരോന്നും ഞാൻ വായിക്കാം. ഈ ഒക്കറിൻ പെയർ ജീനും ക്രോമസോമും രണ്ടും പെയറായിട്ടാണ് കാണുന്നത്. കാരണം എന്താ, ജീൻ എന്ന് പറയുന്നത് ഹോമോലോഗസ് ക്രോമസോമിന്റെ, പെയർഡ് ക്രോമസോമിന്റെ ഹോമോലോഗസ് ലോക്കസിൽ ഇരിക്കുന്ന സ്ട്രക്ചറാണ് ജീൻ എന്ന് പറയുന്നത്. ഇനി ഇറ്റ് സെഗ്രിഗേറ്റ് അറ്റ് ദ ടൈം ഓഫ് ഗ്യാമീറ്റ് ഫോർമേഷൻ സച്ച് ദാറ്റ് ഓൺലി വൺ ഓഫ് ഈച്ച് പെയർ ഈസ് ട്രാൻസ്മിറ്റഡ് ടു എ ഗ്യാമീറ്റ്. അതായത് ക്രോമസോം ആണെങ്കിലും ജീൻ ആണെങ്കിലും അത് ഗ്യാമീറ്റ് ഫോർമേഷന്റെ സമയത്ത് സെഗ്രിഗേറ്റ് ചെയ്യുകയും അതിനകത്ത് ഒരെണ്ണം മാത്രം ഗ്യാമീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ സെയിം സെന്റൻസ് ആണ് ഇത് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ക്രോമസോമും ജീനും ഒരേപോലെ തന്നെയാണ്. അതായത് ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഓരോ പെയറും സെപ്പറേറ്റ് ആയി അത് ഓരോ ഗ്യാമീറ്റിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഇനി ഇൻഡിപെൻഡന്റ് പെയർ സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് ഈച്ച് അതർ. നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ, ജീൻസ് അല്ലെങ്കിൽ ഫാക്ടർ ഒരു ക്രോമസോമിലായിരിക്കുന്നെങ്കിൽ അത് ഇൻഡിപെൻഡന്റ് അല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് രണ്ടും സെഗ്രിഗേറ്റ് ആയിട്ട് മാറുള്ളൂ ഈസി ആയിട്ട്. അതല്ല, അത് ഇൻഡിപെൻഡന്റ് ആയിട്ടല്ല ഇരിക്കുന്നത്, രണ്ട് ജീനും ഒരു ക്രോമസോമിൽ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ ആ ജീന് ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് എന്താണ് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ, ആ ഇൻഡിപെൻഡന്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇൻഡിപെൻഡന്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യണമെങ്കിൽ അത് രണ്ട് ക്രോമസോമിൽ ഇരിക്കണം, അല്ലെങ്കിൽ അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇരിക്കണം. അപ്പോൾ നോക്കിയേ, ഈ ഒരു സെന്റൻസ് ഇൻഡിപെൻഡന്റ് പെയർ സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് ഈച്ച് അതർ. ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ മാത്രം സെഗ്രിഗേറ്റ് ചെയ്യും, അതെന്താ, ജീനാണ് അല്ലെ. വൺ പെയർ സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് അനദർ പെയർ. ഈ ഒരു പെയർ സെഗ്രിഗേറ്റ് ചെയ്യാൻ ഈ ഒരു പെയറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതെന്താണ്, ക്രോമസോം ആണ്. വൺ പെയർ സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് അനദർ പെയർ, ദാറ്റ് ഈസ് ക്രോമസോം. ഇൻഡിപെൻഡന്റ് പെയർ സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് അനദർ പെയർ, ദാറ്റ് ഈസ് ദ ജീൻ കേട്ടോ. അപ്പൊ ഈ ഒരു കോളം കൊടുത്തേക്കുന്ന ജീനും ഇത് ക്രോമസോമും ആണ്, ഓർത്തിരുന്നോളണം. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്, ഇൻഡിപെൻഡന്റ് പെയറിന്റെ സെഗ്രിഗേഷനും ചുമ്മാ സെഗ്രിഗേഷനും പറഞ്ഞപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായി അല്ലേ. അപ്പോൾ ആ ഒരു ഈ ഒരു ഇത് നോക്കിക്കൊള്ളണം കേട്ടോ. കമ്പാരിസൺ ബിറ്റ്വീൻ ദ ബിഹേവിയർ ഓഫ് ക്രോമസോം ആൻഡ് ജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതൊന്ന് വായിച്ചു നോക്കാം. ഡ്യൂറിംഗ് അനാഫേസ് ഓഫ് മിയോസിസ് 1, the two chromosomes pairs can align at the metaphase plate independently of each other. To understand this, compare the chromosome of 4 different colors in the left and right column. In the left column, that is possibility 1, orange and green is segregating together. But in the right hand column, we can see orange chromosome is segregating with the red chromosome. കേട്ടോ. അതേപോലെ തന്നെ this is gene occur in a pair segregate at the time of gamete formation such that only one of each pair is transmitted to a gamete. Independent pairs segregate independently of each other. അതേപോലെ this is chromosome, it occur in pairs segregation at gamete formation, segregate at gamete formation and only one of each pair is transmitted to a gamete. സെയിം സെന്റൻസ് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. സെഗ്രിഗേറ്റ് അറ്റ് ദ ടൈം ഓഫ് ഗ്യാമീറ്റ് ഫോർമേഷൻ സച്ച് ദാറ്റ് ഓൺലി വൺ ഓഫ് ഈച്ച് പെയർ ഈസ് ട്രാൻസ്മിറ്റഡ് ടു എ ഗ്യാമീറ്റ്. ഇവിടെ ഒരു സച്ച് ദാറ്റ് കുറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റ് തന്നെയാണ്. ഇൻഡിപെൻഡന്റ് പെയർ സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്ലി എന്ന് പറഞ്ഞേക്കുന്നത് ഇവിടെ വൺ പെയർ സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് അനദർ പെയർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എ കോളം ഈസ് ജീൻ, ബി കോളം ഈസ് ക്രോമസോം. അപ്പം ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് സട്ടനും ബോവറിയും ആർഗ്യൂ ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പെയറിങ് ആൻഡ് സെപ്പറേഷൻ ഓഫ് പെയർ ഓഫ് ക്രോമസോം, അതായത് ഹോമോലോഗസ് പെയർ ചെയ്യുന്നതും അത് സെപ്പറേറ്റ് ചെയ്യുന്നതും കൊണ്ടാണ് ഈ മെന്റലിന്റെ ഫാക്ടറും സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മെന്റലിന്റെ ഫാക്ടർ ഇരിക്കുന്നത് എവിടെയാണ്, ആ ഹോമോലോഗസ് ക്രോമസോമിലാണ്. അതാണ് സട്ടൻ ആൻഡ് ബോവറി ആർഗ്യൂഡ് ദാറ്റ് ദ പെയറിങ് ആൻഡ് സെപ്പറേഷൻ ഓഫ് എ പെയർ ഓഫ് ക്രോമസോം വുഡ് ലീഡ് ടു the segregation of a pair of factors they carried. അതായത് ഹോമോലോഗസ് ക്രോമസോം ക്യാരി ചെയ്യുന്ന പെയർ ഓഫ് ഫാക്ടേഴ്സ് പെയർ ഓഫ് ക്രോമസോം സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ സെഗ്രിഗേറ്റ് ആയി പോകും. അതേപോലെ തന്നെ സട്ടൻ അദ്ദേഹം ക്രോമസോമൽ സെഗ്രിഗേഷൻ ആ നോളജും മെൻഡേലിയൻ പ്രിൻസിപ്പിളും കൂടി കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ട് അത് യുണൈറ്റ് ചെയ്തിട്ട് ഹി കോൾഡ് ഇറ്റ് ആസ് എ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ക്രോമസോം ആൻഡ് ദ
factors are getting separated during the meiotic division. Meiotic divisionന്റെ സമയത്ത് അത് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നും അതേപോലെ തന്നെ ക്രോമസോമൽ സെഗ്രിഗേഷൻ ഇറ്റ് occurs factors are getting separated that it occurs during the chromosomal segregation എന്നും പറഞ്ഞു. അതായത് chromosomes and factors are separating or it is parallelly behaving എന്ന് റെപ്രസെന്റ് ചെയ്യാം. chromosomes and factors are parallelly behaving. അത് പാരലൽ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഐഡിയ എന്നാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് അദ്ദേഹം പ്രപ്പോസ് ചെയ്ത്. ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പറയുന്ന എന്താന്ന് വെച്ചാൽ ജീൻസ് ആർ ലൊക്കേറ്റഡ് അറ്റ് സ്പെസിഫിക് ലോക്കൈ ഓൺ ദ ക്രോമസോം ആൻഡ് ഇറ്റ് ഈസ് ദ ക്രോമസോം വിച്ച് സെഗ്രിഗേറ്റ് ആൻഡ് അസോർട്ട് ഇൻഡിപെൻഡന്റ്ലി ഡ്യൂറിംഗ് മിയോസിസ് ആൻഡ് റീകമ്പൈൻ അറ്റ് ദ ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ ഇൻ ദ zygote. അതായത് the factors are present in the homologous chromosomes are getting separated during gamete formation. അതാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പറയുന്നത്. അതായത് ക്രോമസോംസും ഫാക്ടേഴ്സും പാരലലി ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് കേട്ടോ. ഇനി ഈ ഐഡിയാസ് ഒക്കെ വെച്ചുകൊണ്ട് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചിട്ട് നമുക്ക് നോക്കാം. Sutton and Boveri argued that pairing and separation of a pair of chromosomes would lead to the segregation of a pair of factors they carried. Sutton united the knowledge of chromosomal segregation with the Mendelian principle and called it as the chromosomal theory of inheritance. ഈ ഐഡിയാസ് ഒക്കെ വെച്ച് എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻ ചെയ്തത് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിന്റെ എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻ ചെയ്തത് തോമസ് ഹണ്ട് മോർഗൻ എന്ന സയന്റിസ്റ്റും അദ്ദേഹത്തിന്റെ കൊളീഗ്സും കൂടിയിട്ടാണ് കേട്ടോ. അത് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് വഴി സെക്ഷൽ റീപ്രൊഡക്ഷനിലെ വേരിയേഷൻസ് നടക്കുന്ന എങ്ങനെയാണെന്നും അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. അദ്ദേഹം വർക്ക് ചെയ്തത് ഫ്രൂട്ട് ഫ്ലൈസ് അല്ലെങ്കിൽ ഡ്രോസോഫില മെലാനോഗ്യാസ്റ്റർ എന്ന ഓർഗാനിസത്തിലാണ്. ഇതാണ് കേട്ടോ ഡ്രോസോഫില മെലാനോഗ്യാസ്റ്റർ എന്ന് പറയുന്ന ഓർഗാനിസം. അത് വളരെ സ്യൂട്ടബിൾ ആയിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ സിന്തറ്റിക് മീഡിയത്തിൽ ലബോറട്ടറിയിൽ വളർത്താൻ കഴിയുന്ന ഒരു ഓർഗാനിസാണ് ഇത്. അതേപോലെ തന്നെ അവരെ ലൈഫ് സൈക്കിള് ഏകദേശം 2 വീക്കിനുള്ളിൽ അവരെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. ഒരൊറ്റ മീറ്റിംഗിൽ തന്നെ അവർക്ക് ലാർജ് നമ്പർ പ്രോജനി ഫ്ലൈസ് ഉണ്ടാവും. ഇതൊക്കെ അതിന്റെ ഈ ഓർഗാനിസത്തിനെ യൂസ് ചെയ്യാനുള്ള ഒരു കാരണം ആണ്. അതിനെ യൂസ് ചെയ്തതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. അതേപോലെ ഇതിനകത്ത് മെയിൽ ഏതാ ഫീമെയിൽ ഫ്ലൈസ് ഏതാന്ന് നമുക്ക് ഈസി ആയിട്ട് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനും കഴിയും. അതേപോലെ എന്തെങ്കിലും ഹെറിഡിറ്ററി വേരിയേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ജനറ്റിക് വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ലോ പവർ മൈക്രോസ്കോപ്പിൽ വെച്ച് തന്നെ കാണാനും കഴിയും എന്നുള്ളതാണ് ഈ ഡ്രോസോഫില മെലാനോഗ്യാസ്റ്ററിനെ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് സ്റ്റഡി ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ പ്രൂഫ് കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഡ്രോസോഫിലിനെ യൂസ് ചെയ്തത് കൊണ്ടുള്ള ഗുണം കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു പാരഗ്രാഫ് വായിക്കാം. ഫോളോയിങ് ദി സിന്തസിസ് ഓഫ് ഐഡിയാസ് എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻ of the chromosomal theory of inheritance by Thomas Hunt Morgan and his colleagues led to discovering the basis for the variation that sexual reproduction produced. Morgan worked with the tiny fruit flies, Drosophila melanogaster, which were found very suitable for such studies. They could be grown on simple synthetic medium in the laboratory. They complete their life cycle in about 2 weeks, and a single mating could produce a large number of progeny flies. Also, there was a clear differentiation of the sexes. The male and female flies are easily distinguishable. Also, it has many types of hereditary variation that can be seen with low power microscope. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു സെഷനിൽ പഠിക്കാനായിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പഠിക്കേണ്ടത് ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ ആണ് കേട്ടോ.